നമസ്കാരം. വാർത്താസന്ധ്യയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിയിൽ പ്രതികരണവുമായി അതിജീവിത. വിചാരണ കോടതിയിൽ വിശ്വാസം നഷ്ടമായി. കേസിൽ തന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. വിചാരണ കോടതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ തടവിലാക്കപ്പെട്ട പോലെയായിരുന്നു. കോടതിയിൽ നീതി പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞു. കേസ് തുറന്ന കോടതിയിൽ പരിഗണിക്കണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ലെന്നും അതിജീവിത ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിൽ പങ്കുവച്ചു. അതേസമയം നീതി പൂർണ്ണമായി നടപ്പായി എന്ന് പറയാൻ കഴിയില്ലെന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞു. ആസൂത്രണം ചെയ്തവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്ക് നീതി ലഭിക്കൂവെന്നും മഞ്ജു വാര്യർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത്. വിഷ്ണു, ഗുഡ് ഈവനിങ്. ഈ ഒരു കേസിൽ വിധി വന്നതിന് ശേഷം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾക്കൊടുവിൽ ഇപ്പോൾ അതിജീവിതയുടേതായിട്ടുള്ള ഒരു പോസ്റ്റ് വരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? വിവിധ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ക്രിസ്റ്റിന, 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ, അങ്ങനെ ഈ യാത്രയ്ക്കൊടുവിൽ ഏറ്റവും അവസാനം തനിക്ക് പ്രതീക്ഷയുടെ ഒരു കണിക കാണാൻ പറ്റിയെന്നാണ് അവർ ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1 മുതൽ 6 വരെ ഉള്ള പ്രതികൾക്ക് ശിക്ഷ ലഭിച്ച പശ്ചാത്തലമാണ് അവരിവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒപ്പം ചില അപഖ്യാത കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മോശം കഥകളൊക്കെ പ്രചരിച്ചിരുന്നു. ഈ കേസ് കെട്ടിച്ചമച്ചതാണ്, ഒരുപക്ഷെ അതിജീവിതയെ തന്നെ പ്രതിസ്ഥാനത്ത് തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒരു ഉത്തരം നിലവിലായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഈ പൾസർ സുനി എന്ന 1-ാം പ്രതി തൻ്റെ ഡ്രൈവറാണ് എന്ന് പല പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഈ കേസിൽ 8-ാം പ്രതിയായിരുന്ന ദിലീപ് പോലും അവർ തമ്മിൽ വലിയ പരിചയമുണ്ട് എന്ന തരത്തിലൊരു പ്രതികരണം നടത്തുകയും പിന്നീട് അമ്മ പ്രതികരണത്തിനെതിരെ ദിലീപിനെ തിരുത്തുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതൊക്കെ ഇപ്പോൾ സത്യം തെളിഞ്ഞിരിക്കുന്നു, ആ കാര്യത്തിലൊക്കെ ഒരു സത്യം തെളിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. പക്ഷേ പൂർണ്ണമായി നീതി ലഭിച്ചിട്ടില്ല എന്നും അതിജീവിതയുടെ പോസ്റ്റ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ആ നിലപാടിൽ തന്നെയാണ് അവരുള്ളത്. അതോടൊപ്പം ഈ വിചാരണ കോടതിയെ അതിരൂക്ഷ ഭാഷയിൽ അവർ വിമർശിക്കുന്നുണ്ട്. ഈ വിധിയിൽ തനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. 8-ാം പ്രതിയെ വെറുതെ വിട്ടതിനെതിരെ പല ആളുകളും വലിയ സങ്കടത്തോടെ, തനിക്കൊപ്പം നിൽക്കുന്ന ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടൊക്കെ പ്രകടിപ്പിക്കുന്നത് താൻ കണ്ടതാണ്, നീതി ലഭിച്ചില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് താൻ പ്രതീക്ഷിച്ചതാണ്, ഇവിടെ നിന്ന് ഇതേ ലഭിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം എന്നവർ പറയുകയാണ്. ഇതിവിടെ ഉണ്ടായിരുന്ന പ്രോസിക്യൂട്ടർമാർ 2 പേർ തടവറയിൽ എന്നോണമായിരുന്നു എന്ന് അവർ തന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് തന്നോട് പറഞ്ഞു. ഒപ്പം 8-ാം പ്രതിയിലേക്ക് എത്തുമ്പോൾ മാത്രം കോടതി പല കാര്യങ്ങളിലും പക്ഷാപാതമായി പെരുമാറുന്നു എന്ന കാര്യം പ്രോസിക്യൂഷൻ പറഞ്ഞു എന്ന് അതിജീവിത ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പങ്കുവെക്കുന്നുണ്ട്. പോരാട്ടം അവസാനിക്കുന്നില്ല, ഇനിയും മേൽക്കോടതികളുണ്ട്. ഇതിന് മേൽക്കോടതിയിലുള്ള ന്യായാധിപരെയൊക്കെ തനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കേസെത്തുമ്പോൾ അനുകൂലമായ വിധി ഉണ്ടാകുമെന്നവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒപ്പം നിന്നവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് അതിജീവിത ഈ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ. അവർ നടത്തിയ പോരാട്ടം നമുക്കറിയാം, പല ഘട്ടങ്ങളിലും അവർ വീണുപോകുമെന്ന് നമ്മൾ നിലച്ചിരുന്നു. അതല്ല എങ്കിൽ അവർ തന്നെ പറഞ്ഞതാണ്, ഒന്ന് എഴുന്നേറ്റ് വരാൻ ശ്രമിക്കുമ്പോൾ ആരൊക്കെയോ ചേർന്ന് തലക്കടിക്കുന്ന സാഹചര്യമുണ്ട്. അതിനെല്ലാം അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ആ പോരാട്ടം ഇനിയും തുടരുമെന്ന് അവർ പറയുകയാണ്. അവർക്ക് പിന്തുണ അർപ്പിച്ച് ഒരുപാട് പേർ എത്തുകയാണ്. ഏറ്റവും ആദ്യം അവർക്ക് ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ് മഞ്ജു വാര്യർ. ഈ കേസിൽ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്, ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ആള് മഞ്ജുവാണ്. ഈ കേസിൽ ഏറ്റവും ശക്തമായ മൊഴി നൽകിയിട്ടുള്ളത് മഞ്ജുവാണ്. അങ്ങേയറ്റം അവസാനം മൊഴി മാറ്റാതെ നിന്നൊരാളാണ് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. വിധി പ്രഖ്യാപനത്തിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇതിൽ പൂർണ്ണമായി നീതി ലഭിച്ചു എന്ന് പറയാറായിട്ടില്ല, ഗൂഢാലോചന അവിടെ നിൽക്കുന്നുണ്ട്. ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ എന്തിനു വേണ്ടി ഇത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമായി അവിടെ നിൽക്കുകയാണ്. അതിനുകൂടി ഒരു ഉത്തരം വേണം. അത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ലഭിക്കും. ഈ കോടതിയെ പൂർണ്ണമായി ബഹുമാനിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളാണ് മഞ്ജു പങ്കുവച്ചിട്ടുള്ളത്. അതിനിടയിലാണെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അവിടെ പരാജയപ്പെട്ടു. എവിടെയാണ് അന്വേഷണ സംഘത്തിന് വീഴ്ച സംഭവിച്ചെന്നുള്ളതിൻ്റെ വിധി വിശദാംശങ്ങളൊക്കെ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് അതിജീവിതയുടെ പ്രതികരണം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ക്രിസ്റ്റീന. ശരി, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിധിവിവരങ്ങൾ ഊമക്കത്തായി പ്രചരിച്ച സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസ്. വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നതിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. വിശദാംശങ്ങൾ ചോർന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പ്രതികരിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിധിന്യായത്തിലെ സുപ്രധാന വിവരങ്ങൾ വിധി പ്രസ്താവനത്തിന് മുൻപ് തന്നെ ചോർന്നെന്ന ആരോപണത്തിൽ അന്വേഷണം വേണമെന്നാണ് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ബൈജു പൗലോസിന്റെ കത്ത്. ഇക്കാര്യം ഉന്നയിച്ച് ഇന്നലെയാണ് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖറിന് ബൈജു പൗലോസ് കത്ത് നൽകിയത്. വിധിയിലെ വിവരങ്ങൾ പുറത്തുവന്നത് എങ്ങനെയെന്ന് കണ്ടെത്തണമെന്നാണ് കത്തിലെ ആവശ്യം. വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഊമക്കത്ത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റിന് ലഭിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് യശ്വന്ത് ഷേണായി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് കത്തും നൽകിയിരുന്നു. ഊമക്കത്തിന്റെ പകർപ്പടക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റ് പരാതി നൽകിയത്. ഈ മാസം 4-നാണ് തനിക്ക് ഊമക്കത്ത് ലഭിച്ചതെന്നും വിധി വന്നപ്പോൾ ഞെട്ടിയെന്നും
ജസ്റ്റിസ് കമാൽ പാഷ. ആ ജഡ്ജിമെന്റ് വന്നപ്പോഴാണ് ഞാനത് ഞെട്ടിപ്പോയത്. കാരണം കറക്റ്റായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറിയിൽ ഉള്ള ആ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. ഒന്നാം പ്രതി പൾസർ സുനിയടക്കം 6 പേരെ കുറ്റക്കാരായി പ്രസ്താവിച്ച വിധിയുടെ ഉള്ളടക്കമാണ് വിധി പ്രഖ്യാപിക്കും മുൻപ് ഊമക്കത്തായി ലഭിച്ചത്. കേസിൽ 7-ാം പ്രതി ചാർലി തോമസ്, 8-ാം പ്രതി ദിലീപ്, 9-ാം പ്രതി സനിൽകുമാർ എന്നിവരെ ഒഴിവാക്കുമെന്നും ഊമക്കത്തിൽ പരാമർശിച്ചതായാണ് വിവരം. ഹൈക്കോടതി വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുമോ എന്ന ആകാംക്ഷയ്ക്കിടെയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിനും വഴിയൊരുങ്ങുന്നത്. 24 തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് ഐകദാർഢ്യവുമായി അവൾക്കൊപ്പം കൂട്ടായ്മ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയിൽ നടന്ന പരിപാടിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, സിനിമാ താരം റീമ കല്ലിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ഷീബ നിർണായക വെളിപ്പെടുത്തൽ നടത്തി. ബാലു ട്രയൽ കഴിഞ്ഞ് 3-ാം ദിവസം, 3ാമത്തെ ട്രയൽ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് പുള്ളിക്ക് അറിയായിരുന്നു ഈ കോടതിയിൽ നിന്ന് ഒന്നും കിട്ടില്ല എന്നുള്ളത്. പ്രതി എന്ന് പറയുന്ന അദ്ദേഹത്തോടൊപ്പം 7 വർഷം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയായിരുന്നു. ഈ കേസിൻ്റെ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നത് പോലെ തന്നെ അദ്ദേഹം പോയി. ഇപ്പോൾ വിചാരിക്കണു വിധിയുടെ സമയത്ത് അദ്ദേഹം ഇല്ലായിരുന്നത് നല്ലതായി എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് ജീവൻ നഷ്ടമാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കേസുമായിട്ട് മുമ്പോട്ട് വന്നത്. എല്ലാവരും ചോദിച്ചു എന്തുകൊണ്ട് ഇത്ര നാളെന്ന്. താമസിച്ചതിന് കാരണം ഞാനാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തെ കാല് പിടിച്ച് കരഞ്ഞ് വൈകിപ്പിച്ചതാണ്. ഇപ്പം തോന്നണു അതൊന്നും പാടില്ലായിരുന്നു എന്ന് ഇപ്പം തോന്നണു. ഇന്നലെ ആയിരുന്നു അദ്ദേഹം പോയിട്ട് 1 വർഷം. നേരത്തെ വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ പല വർഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു. അത്രേ പറയുള്ളൂ. വോട്ടുകൾക്കെതിരെ ഡൽഹിയിൽ കോൺഗ്രസിന്റെ മഹാറാലി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. പാർലമെന്റിൽ ഭരണപക്ഷത്തിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും വോട്ടുകൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യമില്ലെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വോട്ടുകൊള്ളയ്ക്കെതിരെ കോൺഗ്രസ് 5 കോടിയിലധികം ഒപ്പുശേഖരണം നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പേരെടുത്തു പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. BJP സർക്കാരിന്റെ അജണ്ടയനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ പ്രവർത്തനം. വോട്ടുചോരി ആരോപണം ചർച്ച ചെയ്യാൻ വെല്ലുവിളിച്ചിട്ടും BJP തയ്യാറായില്ല. അമിത്ഷായുടെ കൈവിറയ്ക്കുകയായിരുന്നുവെന്നും രാഹുൽ ഗാന്ധി. സത്യത്തിനും അഹിംസയ്ക്കും ഒപ്പം നിന്ന് മോദിയെയും അമിത്ഷായെയും തോൽപ്പിക്കുമെന്നും വോട്ടുകൊള്ളയ്ക്കെതിരെയുള്ള കോൺഗ്രസിന്റെ മഹാറാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു. सत्य और असत्य के बीच में लड़ाई हो रही है और मैं आपको इस स्टेज से गारंटी देके कहता हूं, आप देखना हम सत्य को लेकर, सत्य के पीछे खड़े होकर नरेंद्र मोदी और अमित शाह को, RSS की सरकार को हिंदुस्तान से हटाएंगे. വോട്ടുകൊള്ള പാർലമെന്റിൽ ചർച്ച ചെയ്യണമെങ്കിൽ ആദ്യം രാഷ്ട്രഗീതം ചർച്ച ചെയ്യണമെന്നാണ് സർക്കാർ പറയുന്നത്. ബാലറ്റ് വോട്ടിംഗിൽ മത്സരിച്ചാൽ ഒരിക്കൽ പോലും BJP വിജയിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. तो हम संसद में ये बहस करते रहे कि राष्ट्रगीत किसका है, राष्ट्रगीत कैसे बना, राष्ट्रगीत क्यों बना, और जो बड़ी बड़ी समस्याएं हैं जिससे आप जूझ रहे हो, बेरोजगारी, महंगाई, पेपर लीक, उसके बारे में चर्चा करने की हिम्मत नहीं है. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളും ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയുടെ ഭാഗമായി. വോട്ടുകൊള്ളയ്ക്കെതിരെ 5 കോടിയിലധികം ഒപ്പുശേഖരണമാണ് കോൺഗ്രസ് നടത്തിയത്. വോട്ട് ചോരി ആരോപണം വീണ്ടും ശക്തമാക്കുകയാണ് കോൺഗ്രസ്. ഡൽഹി രാംലീല മൈതാനത്ത് നടന്ന മഹാറാലിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഡൽഹി രാംലീല മൈതാനത്ത് നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത VG 24. കേരളത്തിലെ ആദ്യത്തെ BJP മേയറെ തീരുമാനിക്കാൻ സംസ്ഥാന നേതൃതലത്തിൽ ചർച്ചകൾ സജീവം. VV രാജേഷിനെ മേയറായും R ശ്രീലേഖയെ ഡെപ്യൂട്ടി മേയറായും പരിഗണിച്ചാണ് ചർച്ചകൾ. അതേസമയം തിരുവനന്തപുരത്തെ മികച്ച വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ നിയമസഭാ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കും BJP കടന്നിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രതീക്ഷിച്ച വിജയം നേടിയതിലെ ആത്മവിശ്വാസമാണ് BJPക്കുള്ളത്. മുതിർന്ന BJP നേതാവ് VV രാജേഷും R ശ്രീലേഖയുമാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ആരാകും മേയർ എന്ന കാര്യത്തിൽ BJP ഇതുവരെ തീരുമാനം വ്യക്തമാക്കിയിട്ടില്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. ജില്ലാ BJPയിൽ നിർണായക സ്വാധീനമുള്ള VV രാജേഷിനെ മേയറാക്കിയാൽ
ആർ ശ്രീലേഖ ഡെപ്യൂട്ടി മേയറാകുമെന്നാണ് വിവരം. ഇതു സംബന്ധിച്ച ചർച്ചകൾ BJP-യിൽ സജീവമാണ്. മേയർ ആരെന്നത് സംസ്ഥാന അധ്യക്ഷൻ തീരുമാനിക്കുമെന്നായിരുന്നു VV രാജേഷിന്റെ പ്രതികരണം. സംസ്ഥാന നേതൃത്വം, പ്രത്യേക സംസ്ഥാന അധ്യക്ഷൻ, ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ അടങ്ങുന്ന ടീം അതിനെക്കുറിച്ച് കൃത്യസമയത്ത് തന്നെ പറയും. RSSന്റെ അഭിപ്രായം കൂടി തേടി ഉടൻ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേവല ഭൂരിപക്ഷമില്ലാത്ത BJP-ക്ക് 2 സ്വതന്ത്രന്മാരുടെ പിന്തുണ നിർണായകമാണ്. എന്നാൽ ഒരു മുന്നണികളുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും നിലപാടെടുത്തിട്ടില്ല എന്നുമായിരുന്നു കണ്ണമ്മൂലയിൽ സ്വതന്ത്രനായി വിജയിച്ച പാറ്റൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ആളുകൾ എന്താണോ കൂട്ടായി പറയുന്നത് ആ തീരുമാനം ഉരുത്തിരിയുന്നവരെ ഞാൻ കാത്തിരിക്കും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആലോചനകളിലേക്കും BJP കടന്നിട്ടുണ്ട്. വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം നിയമമണ്ഡലങ്ങളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ തന്നെയെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ശാസ്തമംഗലം വാർഡിലെ വിജയത്തിന് പിന്നാലെ ആർ ശ്രീലേഖയെ നിയമസഭയിൽ മത്സരിക്കാനും തീരുമാനമായിട്ടുണ്ട്. 24 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സംഘർഷം. കണ്ണൂർ പാറാട് നടുറോഡിൽ ഏറ്റുമുട്ടിയ CPIM ലീഗ് പ്രവർത്തകർ പരസ്പരം സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞു. തിരുവനന്തപുരം, കോഴിക്കോട്, വയനാട്, എറണാകുളം ജില്ലകളിലും സംഘർഷമുണ്ടായി. കണ്ണൂരിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരഞ്ഞെടുപ്പ് ദിവസം തുടങ്ങിയ ആക്രമണത്തിന് അറുതി വന്നിട്ടില്ല. പാനൂർ, പാറാട് CPIM മുസ്ലിം ലീഗ് പ്രവർത്തകർ നടുറോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തുവന്നു. സ്ഫോടക വസ്തു എറിയുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സംഭവത്തിൽ 50ഓളം CPIM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 44-ാം വാർഡിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് CPIM പ്രവർത്തകർ ആക്രമിച്ചു. UDF സ്ഥാനാർത്ഥിയായിരുന്ന PK സുരേഷിന്റെ കാനായിലെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. BJP പുഞ്ചക്കാട് ഏരിയ ജനറൽ സെക്രട്ടറി വിജേഷ് KVയുടെ വീട്ടിൽ റീത്ത് വെച്ചു. രാമന്തളിയിൽ മഹാത്മാഗാന്ധി പ്രതിമയ്ക്ക് കേടുപാട് വരുത്തിയെന്നും പരാതി ഉയർന്നു. കിളിമാനൂരിലുണ്ടായ സംഘർഷത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ചേമഞ്ചേരിയിൽ സേവാകേന്ദ്രം തകർത്തു. സേവാകേന്ദ്രം നിൽക്കുന്ന 7-ാം വാർഡിൽ CPIM പരാജയപ്പെട്ടതിന്റെ തുടർച്ചയാണ് ആക്രമണമെന്ന് BJP ആരോപിച്ചു. വയനാട് മുള്ളൻകൊല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ വിവിധയിടങ്ങളിൽ സംഘർഷമുണ്ടായി. മാടപ്പള്ളിക്കുന്ന് 9-ാം വാർഡിൽ UDF പ്രവർത്തകരും LDF പ്രവർത്തകരും ഏറ്റുമുട്ടി. സുരഭിക്കവലയിലും പട്ടാണിക്കൂപ്പിലും പാടിച്ചിറയിലും സംഘർഷമുണ്ടായി. തിരുനെല്ലിയിൽ ആഹ്ലാദ പ്രകടനത്തിനിടെ CPIM പ്രവർത്തകർ വർഗീയ പരാമർശം നടത്തിയതായി പരാതിയുണ്ട്. മലപ്പുറം പൊന്നാനിയിൽ UDF ആഹ്ലാദ പ്രകടനത്തിനിടെ പടക്കം പൊട്ടിച്ച് CPIM പ്രവർത്തകന്റെ വീട് ആക്രമിച്ച സംഭവത്തിൽ 2 UDF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു. എറണാകുളം കളമശ്ശേരിയിൽ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇനി ശബരിമല വാർത്തകളിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-powered by രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവർ ആണ്, അത് ഷുവർ ആണ്. co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 28 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ശബരിമല ദർശനത്തിനെത്തിയ ഭക്തരുടെ എണ്ണം 24 ലക്ഷം കവിഞ്ഞു. ഇന്നലെ വരെ 23.47 ലക്ഷം ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. കാനനപാതകളിലൂടെ ആകെ 1.02 ലക്ഷം പേരാണ് ഇതുവരെ സന്നിധാനത്തെത്തിയത്. ഇന്ന് തീർത്ഥാടകരുടെ തിരക്ക് കുറവാണ്. ഉച്ചയ്ക്ക് 1 മണിവരെ 34,313 പേരാണ് ദർശനം നടത്തിയത്. അതേസമയം സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്നവരുടെ എണ്ണം 5000 കടന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണമോഷണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി രമേശ് ചെന്നിത്തല. സ്വർണ്ണക്കൊള്ളയിൽ പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. തനിക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവച്ചെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണവുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ചയാണ് രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് നൽകിയത്. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച വിവരങ്ങൾ ഒരു വ്യവസായിയാണ് തന്നോട് വ്യക്തമാക്കിയത് എന്നായിരുന്നു രമേശ് ചെന്നിത്തല മുൻപ് അറിയിച്ചത്. ഇതിന് പിന്നാലെ രമേശ് ചെന്നിത്തലയുടെ മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി രമേശ് ചെന്നിത്തല മൊഴി നൽകി. തന്റെ കയ്യിൽ തെളിവില്ലെന്നും വ്യവസായി തന്നോട് പങ്കുവച്ച വിവരങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിച്ചെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ വിവരം, എന്നെ ആരാണിത് അറിയിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി SIT അന്വേഷിച്ചിട്ട് അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും പൗരൻ എന്ന നിലയിലും കിട്ടിയ വിവരങ്ങൾ അടിച്ചമർത്തി വെക്കുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് കാര്യം തുറന്നു പറഞ്ഞതെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങളും രമേശ് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി.
വ്യവസായിയെയും അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്താൻ വിളിപ്പിച്ചേക്കും. 24 തിരുവനന്തപുരം. വാർത്താസന്ധ്യയുടെ സമയം പൂർണ്ണമാവുകയാണ്. ഇനി കാണാം പൊതുജനം കഴുതയല്ല സാർ. ബി ദിലീപ് കുമാർ. നമസ്കാരം.